ജീവിതവും ഞാനും ഒരുമിച്ച് ഒരു യാത്രയിലാണ്. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ തേടിയും ജീവിതം എൻ്റെ മരണം തേടിയും. ഞങ്ങളിൽ ആരാദ്യം ജയിക്കുമെന്നറിയില്ല. സ്നേഹിക്കുന്നവരെക്കാൾ നമ്മുടെ മനസ്സിന് ഇഷ്ടം വേദനിപ്പിച്ച് കടന്നു പോയവരെയാണെന്ന് പലപ്പോഴും തോന്നും. അതുകൊണ്ടാവാം സ്നേഹിക്കുന്നവർ തരുന്ന സന്തോഷം എളുപ്പം മറക്കുന്നതും വേദനിപ്പിച്ചവർ തന്നുപോയ ഓർമ്മകൾ ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നതും. ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ കളിയാക്കരുത്. കാരണം നിങ്ങളതിൽ വിജയിച്ചേക്കാം, പക്ഷെ ആ വ്യക്തിയെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. തീരെ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വിധി നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ അതേ വിധി തന്നെയാകും അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. തുറന്നു പറച്ചിൽ നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രമാവണം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും നമുക്കെതിരെയുള്ള ആയുധങ്ങളാകും. പ്രകടിപ്പിക്കാൻ ആവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെയാണ് ഉപയോഗശൂന്യം. വേദനകൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു. എല്ലാവർക്കും ഒരു കഥയുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. എപ്പോഴും കൊടുക്കുന്നവരും എപ്പോഴും വാങ്ങുന്നവരും. വാങ്ങുന്നവർക്ക് നന്നായി കഴിക്കാൻ സാധിക്കും, എന്നാൽ കൊടുക്കുന്നവർക്ക് നന്നായി ഉറങ്ങാനും. ആഴത്തിൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ പറിച്ചു മാറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് മണ്ണിലായാലും മനസ്സിലായാലും. വിട്ടുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പല ബന്ധങ്ങളും സന്തോഷകരമായി നിലനിൽക്കും. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതിലൂടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം മാത്രം ജീവിതാവസാനം വരെ നിലനിൽക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മളെ തേടി വരും. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. എന്ത് വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആഴത്തിലുള്ള സ്നേഹവും സ്നേഹിക്കപ്പെടാൻ ഉള്ള മനസ്സും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ സ്നേഹം അതിൻ്റെ ഭംഗിയോടുകൂടി എന്നും നിലനിൽക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം കുറയുന്നതിനനുസരിച്ച് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും കുറഞ്ഞു വരും. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർക്കുക. ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം വേദനകളാണ് നാം ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. ഭയക്കരുത്, കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0 നിന്നാണ്.